ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേള 2024 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് 2024 നടന്നത്. ഫെസ്റ്റിവൽ ഡയറക്ടറായിരുന്നത് ഷേഖർ കപൂർ ആയിരുന്നു ഫെസ്റ്റിവൽ ഡയറക്ടർ. ഉദ്ഘാടന ചിത്രം ബെറ്റർ മാൻ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ചിത്രമായിരുന്നു. സംവിധായകൻ മിഷേൽ ഗ്രേസി ആയിരുന്നു. ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ ഉദ്ഘാടന ചിത്രം വീർ സവർക്കർ എന്ന് പറയുന്നതായിരുന്നു. സംവിധാനം രൺദീപ് ഹൂഡായിരുന്നു. 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സത്യജിത് റേ ആജീവനാന്ത പുരസ്കാരം കരസ്ഥമാക്കിയ ഓസ്ട്രേലിയൻ ചലച്ചിത്ര സംവിധായകനാണ് ഫിലിപ്പ് നോയ്സ്. 29ാമത് IFFK ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം വിഖ്യാത ഹോങ്കോങ് ചലച്ചിത്ര പ്രവർത്തകയായ ആൻ ഹുയിക്കാണ് ലഭിച്ചത്. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ വനിതയാണ് ആൻ ഹുയി. സാധാരണയിൽ നിന്നും 4 മാത്രം വളം ഉപയോഗിച്ചുകൊണ്ട് അത്യുൽപാദന ശേഷിയുള്ള 2 മരിച്ചീനങ്ങൾ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രങ്ങൾ പുറത്തിറക്കിയിരുന്നു. അതിൻ്റെ പേരാണ് ശ്രീ അന്നം ആൻഡ് ശ്രീ മന്ന എന്നീ 2 മരിച്ചീനങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. നാഷണൽ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ, ലോക കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ 30 1988 മുതലാണ് ഇത് ആചരിക്കാൻ തുടങ്ങിയത്. കമ്പ്യൂട്ടർ ഹാക്കിംഗ്, വൈറസുകൾ, ഡാറ്റ മോഷണം, ദുരുപയോഗം തുടങ്ങിയവയെല്ലാം സൈബർ കുറ്റകൃത്യങ്ങളാണ്. ഇവയ്ക്കെതിരായ ബോധവൽക്കരണം എന്ന നിലയിലാണ് നവംബർ 30 ലോക കമ്പ്യൂട്ടർ സുരക്ഷാ ദിനമായി ആചരിക്കുന്നത്. ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ നൽകുന്ന 2024 ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായത് VM ഗിരിജ.